നിലവിൽ 1 വർഷം പിന്നിടുന്ന യുദ്ധം, 45,000-ത്തിലധികം പേർ കൊല്ലപ്പെട്ട, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ആളുകളെ മുറിവേൽപ്പിച്ച യുദ്ധം സമാധാനത്തിലേക്കെന്ന സൂചനയാണോ വരുന്നത്? ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേൽ പ്രതിനിധി ഡാനി ഡാനോൺ അറിയിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ ചർച്ചകളിൽ പൂർണ്ണമായും ധാരണയിൽ എത്തിയിട്ടില്ലെങ്കിലും ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലെബനനിൽ വെടിനിർത്തലിലേക്ക് നീങ്ങുകയാണെന്ന ഇസ്രായേൽ സർക്കാർ വക്താവും അറിയിച്ചിരുന്നു. വിഷയത്തിൽ ഇന്ന് ഇസ്രായേൽ നിർണായകമായ ക്യാബിനറ്റ് യോഗം ചേരുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചില തടസ്സങ്ങൾ കൂടി ശേഷിക്കുന്നുണ്ടെങ്കിലും ഏതാനും ദിവസത്തിനകം വെടിനിർത്തൽ ധാരണയുണ്ടാകുമെന്നാണ് യുഎസിലെ ഇസ്രായേൽ അംബാസിഡർ മൈക്കിൾ ഹെർസോഗ് പറഞ്ഞത്. ലെബനനും ഇസ്രായേലും വെടിനിർത്തലിന് ധാരണയായെന്ന് യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ചില മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. പക്ഷേ കരാറിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. യുഎസ് തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതി ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ആഴ്ച വൈറ്റ് ഹൗസ് പ്രതിനിധി എമസ് ഹോക്സ്റ്റൈൽ ലെബനനും ഇസ്രായേലും സന്ദർശിച്ചിരുന്നു. വെടിനിർത്തൽ ശുപാർശകളോട് അനുകൂല നിലപാടാണ് ഹിസ്ബുള്ള സ്വീകരിച്ചതെന്ന് ലെബനൻ സർക്കാർ വ്യക്തമാക്കി. ലെബനൻ വെടിനിർത്തൽ കരാർ റദ്ദാക്കണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് തീവ്ര വലതുപക്ഷ നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റമാർ ബെൻ ഗിവർ ആവശ്യപ്പെട്ടു. കരാർ റദ്ദാക്കാൻ ഇനിയും വൈകിട്ടില്ലെന്നും സമ്പൂർണ്ണ വിജയം വരെ യുദ്ധം തുടരണമെന്നുമാണ് ബെൻ ഗിവർ പറഞ്ഞത്. ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറാനും ലെബനൻ ഇസ്രായേൽ അതിർത്തിയിൽ 2006-ലെ UN രക്ഷാസമിതി പ്രമേയം അനുസരിച്ചുള്ള സമാധാന സേനയുടെ കാവൽ തുടരാനുമാണ് US നിർദ്ദേശം. എന്നാൽ സുരക്ഷാ പ്രശ്നമുണ്ടായാൽ ലെബനനിൽ എവിടെയും കടന്ന് ഹിസ്ബുള്ളയെ ആക്രമിക്കാൻ അനുവദിക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ വെടിനിർത്തൽ ചർച്ചകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ പ്രതികരിക്കാനില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇന്ന് നിർണായകമായ ക്യാബിനറ്റ് ചർച്ച നടക്കുമെന്ന സൂചന ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ നൽകിയെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള വീണ്ടും മിസൈൽ ആക്രമണം നടത്തി. 160 മിസൈലുകളാണ് ഇസ്രായേലിന്റെ നേർക്ക് തൊടുത്തത്. തലസ്ഥാനമായ ടെൽ അവീവ്, തെക്കൻ ഇസ്രായേലിലെ അഷ്ദോദ് നാവിക താവളം എന്നിവിടങ്ങളിലാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത്. ഉയർന്ന പ്രഹരശേഷിയുള്ള ഡ്രോണുകളും തൊടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. 11 പേർക്ക് പരുക്കേറ്റെന്നും ഒരാളുടെ നില ഗുരുതരമാണെന്നുമാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ലെബനനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ 31 പേരാണ് കൊല്ലപ്പെട്ടത്. തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറുകയും 60 ദിവസത്തേക്ക് മേഖലയുടെ സമ്പൂർണ്ണ നിയന്ത്രണം ലെബനൻ സൈന്യം ഏറ്റെടുക്കുകയും ചെയ്യുക എന്നതാണ് വെടിനിർത്തൽ കരാറിലെ പ്രധാന നിബന്ധന. 2006-ലെ യുദ്ധം അവസാനിപ്പിക്കാനുണ്ടാക്കിയ UN സുരക്ഷാ കൗൺസിൽ പ്രമേയം 1701 ഈ കരാറിലും ബാധകമാണ്. ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള 30 കിലോമീറ്റർ ദൂരത്തേക്ക് പിന്മാറണമെന്നും കരാറിൽ പറയുന്നു. നിബന്ധനകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ യുഎസിന്റെ അധ്യക്ഷതയിൽ ഫ്രാൻസ് അടക്കമുള്ള പഞ്ചരാഷ്ട്ര കമ്മിറ്റി രൂപീകരിക്കും. ഹിസ്ബുള്ള നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ ലെബനനിൽ കടന്നുകയറി ആക്രമണം നടത്താൻ ഇസ്രായേലിന് അവകാശം നൽകുന്നതിനെക്കുറിച്ച് പക്ഷേ കരാറിൽ പരാമർശമില്ല. അതേസമയം ഇസ്രായേലും യുഎസും തമ്മിൽ ഇത് സംബന്ധിച്ച് ധാരണയിലെത്തിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഈ വെടിനിർത്തൽ ധാരണ പക്ഷേ എന്നേക്കുമല്ല. 60 ദിവസത്തെ വെടിനിർത്തൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ വെക്കുന്നത്. ഇതോടെ ലെബനനിൽ ഹിസ്ബുള്ളയുമായി 1 വർഷമായി നടക്കുന്ന യുദ്ധത്തിൽ താൽക്കാലിക ഇടവേള മാത്രം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിലുള്ള പൂർണ്ണ അന്ത്യമല്ല ഇതെന്ന് ഇസ്രായേൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. എത്ര കാലം വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ലെബനനും പ്രതികരിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ജോ ബൈഡന്റെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെയും നേതൃത്വത്തിൽ വെടിനിർത്തലിൽ തീരുമാനമുണ്ടാകുമെന്നാണ് ലെബനന്റെ പ്രതികരണം. വെടിനിർത്തൽ കരാറിന്റെ അടുത്തെത്തിയെന്ന് US ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബിയും പറഞ്ഞു. ഒക്ടോബർ 8 മുതൽ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുകയാണ്. ഇസ്രായേലി സമൂഹത്തിനെതിരെയും മിലിറ്ററി പോസ്റ്റുകൾക്കെതിരെയുമാണ് അവരുടെ ആക്രമണം. ഗസയിലെ യുദ്ധത്തെ പിന്തുണച്ചാണ് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ. ഒക്ടോബർ 7-ലെ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ലെബനനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ വൻതോതിൽ ആളുകളെ ഒഴിപ്പിച്ചിരുന്നു. ഏകദേശം 60,000 പേരെ ഇത്തരത്തിൽ ഒഴിപ്പിച്ചുവെന്നാണ് കണക്കുകൾ. ഇസ്രായേൽ ലെബനനിൽ നടത്തിയ ആക്രമണങ്ങളിൽ 100 കണക്കിന് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും ചർച്ച വിജയിച്ച് അനന്തമായി നീളുന്ന പശ്ചിമേഷ്യയിലെ അശാന്തി താൽക്കാലികമായെങ്കിലും ഇല്ലാതാകട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം.